ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഇപ്പം എല്ലായിടത്തും മഴയൊക്കെ പോയോ? ഇവിടെ മഴ പോയി തോന്നുന്നു. 2-3 ദിവസമായിട്ടോ പെയ്തിട്ട്. അപ്പം ഇന്നതാക്കും അടിച്ചോരം പോയപ്പോണ്ട് കൂന് മുറ്റത്ത് നിന്നിട്ടോ. അപ്പം അടിപൊളി നല്ല കൂനാട്ടോ. അപ്പം അതൊന്ന് ഇനി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടാക്കട്ടെ. അപ്പം ഒന്ന് നേരാക്കട്ടെ കേട്ടോ. വീട്ടിൽ കൂന് നന്നാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നന്നാക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ചാരി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്താ അതൊന്ന് ചട്ടി ഇതാട്ടോ. ഇങ്ങനെ പൊടിക്കുക. അപ്പോൾ നല്ല വൃത്തിയാണ്. വേണ്ട കാണാണ്ട ഇങ്ങനെയൊക്കെ എടുക്കുക. പിന്നെ കാണാണ്ടോ ഇങ്ങനെ നന്നാക്കുക. പിന്നെ ബാക്കി ചെത്തിയിട്ട് എടുക്കുക. ഞാൻ ഇങ്ങനെ ചെയ്യല് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുള്ളൂ. ഇതാ ഇങ്ങനെ ഇത് പിന്നെ ഇതിൻ്റെ നമ്മൾ ഇവിടെയൊക്കെ മുറിച്ചാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മരുന്നിട്ട് ഇതങ്ങനെ ആക്കിയ എന്നിട്ട് ഇങ്ങനെ ഇതാക്കി മുറിക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവരും കണ്ടില്ല കേട്ടോ. കൂന് വെക്കുകയാണ്, അടുപ്പത്ത് വെക്കാൻ തുടങ്ങാം കേട്ടോ. റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് ലേശം ഉലുവ പൊട്ടിക്കട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ വെക്കാമെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പലരും പല വിധമാണ് കേട്ടോ വെക്കുക. ഞാൻ ഇങ്ങനെയായിട്ട് വെക്കുന്നത് പല ചട്ടി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിയ ശേഷം ഒരു 2 വലിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് പിന്നെ ഇതൊന്ന് മുളച്ചതിന് ശേഷം മല്ലിപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഒക്കെ ഇടണം കേട്ടോ. ഉപ്പ് ഇടണം. ഉപ്പ് ഇപ്പം തന്നെ പാകത്തിന് ശേഷം ഉപ്പിട പാകത്തിന് പച്ചമുളകും തക്കാളിയും ചതപ്പൊക്കെ കൂടിയിട്ട് അത് മൂത്തതിൻ്റെ ശേഷം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ഇറച്ചി വെക്കുമ്പോൾ തന്നെ കേട്ടോ. അതെല്ലാം കഴുകി ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് നല്ല തിളപ്പിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. കുറേ നിലത്തെത്തിട്ടോ. എന്നിട്ടാണ് ഞാൻ കഴുകി ഒലിഞ്ച് ഉണ്ടാക്കൽ വേണ്ടിയിട്ടാണ് കാണിച്ചത്. നല്ല നിലത്തോണ്ട് ശേഷം ഇതിലേക്ക് നല്ല മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പാകത്തിന് അറിയിച്ചിടുക. ചിലവർ ചാറ് പോലെ വെക്കും. ഞാനിങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ ഇറച്ചിയ പോലെ ഉപ്പ് കൂട്ടാൻ നഷ്ടത്തിന് അത് നോക്കേണ്ട ദിവസം കണ്ടിട്ട് കാണിക്കാം. അപ്പോൾ കേട്ടോ കൂനൊക്കെ ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് വെച്ചു. അപ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇത് കൂട്ടി ചോറ് തിന്നാൻ. ചിലവരിങ്ങനെ പുളി പോലെ വെക്കും ചെയ്യും കേട്ടോ. അപ്പോൾ വെള്ളമാക്കിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളം ആക്കിയിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു. അത് വറ്റിയപ്പോൾ എന്നിട്ട് ഞാൻ നല്ല കുരുമുളക് പൊടി, കറി മസാലപ്പൊടിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇതാ അങ്ങനെ ആക്കിയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും കൂനൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ആർക്കെങ്കിലും കൂന് കിട്ടിയോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നാളെ വേറെ വീഡിയോയ്ക്ക് വരാം. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.